നായകനായിരുന്നടാ. ചേട്ടന് ഇത് ഇങ്ങനെ അഭിനയിക്കുന്ന താല്പര്യമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു? അല്ല, ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ കുറെ 2-3 സീരിയലൊക്കെ അഭിനയിച്ചതാ. ജോലി ചെയ്യാനുള്ള പേഷ്യൻസ് ആയിട്ടുള്ള ക്ഷമ പക്വത ആയിട്ടുള്ള നമുക്ക് 22 വയസ്സേ പ്രായമായിട്ട് അച്ഛനും ഒപ്പൊനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? ഇരുട്ടിനെ പൂട്ടാനായി അലക്സാണ്ടർ വന്നു. ഇവൻ അലക്സാണ്ടർ ഇതെന്താ ശവപ്പെട്ടി എണീറ്റ് വന്നത്? തെറിച്ചവൻ. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. തല തെറിച്ചവൻ 2 തല തെറിച്ചവൻ. എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കോട്ടിട്ടപ്പോൾ താൻ കോട്ടിട്ടുണ്ടോ? താൻ ആരാടോ? എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ഞാനാ. ഞാൻ അലക്സാണ്ടർ. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. എടോ താൻ ആരാ? ഏതവനാ താൻ? ഞാൻ ആരാണെന്ന് തനിക്കറിയാമോടോ? திருச்சியில் நடந்த ட்ரக் பஸ்டுக்கு காரணம் மிலிட்டரியோ போலீஸோ இல்ல, ஜெயில இருந்து பரோல்ல வந்த ஒரு கைதி. அவன் பேரு ரோலக்ஸ். அவன் பேரு പ്രസംഗവണ്ണൻ അലിൻ ജോസ് പെരേര ഫ്രം എടക്കൊച്ചി. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ഈ പ്രദേശത്തെ കുഞ്ഞുകുട്ടികളോട് ചോദിച്ചാൽ പോലും എന്നെ അറിയാൻ പറ്റും. അറിയില്ലേ? ആണ് ഗിരിയേട്ടാ, ഇവനെയൊന്നും ഒരു ആക്കും അറിയില്ല. ചേട്ടാ ഇവനൊന്നൊരു പട്ടിക്കറിയില്ലട്ടാ. നിനക്കെന്നറിയില്ലടാ, നിന്നെ ഞാൻ ശരിപ്പെടുത്തോടാ. ഞങ്ങളുടെ ടീമിനോടെങ്ങാനും ഉടക്കം വന്നാലുണ്ടല്ലോ നിന്നെ വെറും തെണ്ടി പിള്ളേരെ കൊണ്ട് ഞാൻ തല്ലിക്കും. നീ ഇപ്പൊ പോയിക്കോ, നിനക്കുള്ള പണി വരുന്നുണ്ടടാ. എന്താണ് ബ്രോ, മോഡേണോ? വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും പൊക്കോളാൻ. പ്രകാശ, ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പൊ വലിയ മതിപ്പാ. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോകൂടെ? ഉച്ചക്കൻ പോടാ. ഇവന്മാരെ തല്ലോ ഏറെക്കുറെ മഹാനല്ലേ? എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കൊച്ചി കോട്ടോളം ചോദിച്ചോ ഞാനാണെന്ന്? ഊരടാ കോട്ട്. മിണ്ടിപ്പോരുത്. ഒന്നാളെ ഞാൻ കുറെ നേരമായി തന്റെ കത്തി. നീ എന്നെ ഗ്രൗണ്ടിൽ വെച്ച് പിള്ളേരെ കൊണ്ട് തല്ലിച്ച്, അത് ഞാൻ ക്ഷമിച്ച്. പക്ഷെ നീ രാംദാസാന്റെ കുടുംബത്തിൽ കയറി കളിച്ചു, അത് ഞാൻ സഹിക്കില്ല. നീ ഒരിക്കലും ക്ഷമിക്കില്ല. എന്നെ ഞാൻ കളി പഠിപ്പിക്കും അലക്സാണ്ടറെ. ഇത് അലിൻ ജോസ് പെരേര, റിവ്യൂ രാജാവ്. ഇവനാണല്ലേ ഇത് കണ്ട് സിനിമയിലൊക്കെ വന്നോന്നുള്ള ആഗ്രഹമുള്ളത്. അതിന് സംവിധാനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ. നീ എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? ഇവനിപ്പോ ഇവന്റെ മനസ്സിലേക്ക് കിടക്കണത് ബിഗ് ബോക്സിൽ പോകണമെന്നാ. താൻ നോക്കിക്കോടോ, തന്റെ സ്വപ്നം നടക്കും. 3-4 പടം കഴിയുമ്പോ അവൻ നായകനും ആവും.